ഇന്ന് അത് പരിശോധിച്ച ഇന്ന് നമുക്ക് ശാന്തമാക്കി ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ത്രിത്വം എന്ന രഹസ്യത്തെക്കുറിച്ച് നാം ചിന്തിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇതാണ് ത്രിത്വം. എന്നാൽ ഇവർ മൂവരും കൂടി ഒരു ദൈവമാണ്. അതാണ് ത്രിത്വത്തിൽ മൂന്ന് ആളുകൾ, എന്നാൽ അവർ മൂവരും കൂടി ഒരു ദൈവം, ഒരു സ്വഭാവവും മൂന്ന് വ്യക്തികളും, one nature and three persons. ത്രിത്വത്തിന്റെ സ്ട്രക്ചർ, ഘടന, ഒരു സ്വഭാവം, മൂന്ന് വ്യക്തികൾ. നമുക്കത് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കുവാനായിട്ട്. അവിടെയാണ് വിശ്വാസം നമുക്ക് സഹായിക്കുന്നത്. അപ്പോ ഞങ്ങൾ കണ്ടു ത്രിത്വത്തിന്റെ രഹസ്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്ന് വ്യക്തികൾ, അവർ മൂവർ കൂടി ഒരു ദൈവമാകുന്നു. മൂന്ന് ദൈവങ്ങളല്ല, ഒരു സ്വഭാവവും മൂന്ന് വ്യക്തികളും. ഇതിന്റെ ഒരു പശ്ചാത്തലം AD 220 വേദപണ്ഡിതനായ തെർത്തുല്യനാണ് ആദ്യമായി ഈ പദം ഉപയോഗിച്ചത്. അതിനുശേഷമാണ് ത്രിത്വം എന്ന പദം നമ്മുടെ ആരാധനാക്രമത്തിലേക്കും ദൈവശാസ്ത്രത്തിലേക്കും വിശ്വാസ പ്രമാണത്തിലേക്കും കടന്നു വന്നത്. ത്രിത്വത്തെ നമ്മുടെ ഭാഷയിലും യുക്തി കൊണ്ട് മനസ്സിലാക്കുവാനായിട്ട് പലരും ശ്രമിച്ചിട്ടുണ്ട്. ചിലർ പറഞ്ഞു ശരീരവും മനസ്സും ആത്മാവും പോലെയാണ് ത്രിത്വം എന്ന്. ശരീരവും മനസ്സും ആത്മാവും പോലെയാണ് ത്രിത്വം എന്ന്. ഇത് ഭാഗികമായി ശരിയാണ്, പക്ഷേ പൂർണ്ണമായും ശരിയല്ല. മറ്റു ചിലർ പറഞ്ഞു ത്രിമൂർത്തി സങ്കല്പം പോലെയാണ് ത്രിത്വം എന്ന്. ഹൈന്ദവ മതത്തിലെ ത്രിമൂർത്തി സങ്കല്പം പറയാം. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ഇതാണ് ഹൈന്ദവ മതത്തിലെ ത്രിമൂർത്തികൾ. സൃഷ്ടി, സ്ഥിതി, സംഹാരം. സൃഷ്ടി ബ്രഹ്മാവ്, സ്ഥിതി പരിപാലിക്കുന്നത് വിഷ്ണു, സംഹരിക്കുന്നത് ശിവൻ. അപ്പൊ അങ്ങനെ ഈ ത്രിമൂർത്തികളെ പോലെയാണ് നമ്മുടെ ത്രിത്വം എന്നാണ്. അതും ഭാഗികമായി ശരിയാണ്, പക്ഷെ പൂർണ്ണമായിട്ടും നമ്മുടെ ത്രിത്വ സങ്കല്പം ത്രിമൂർത്തി സങ്കല്പങ്ങൾ പോലെയല്ല. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് വിശ്വാസം നമുക്ക് സഹായമായി പറയുന്നത്. നിങ്ങൾക്ക് കേട്ടിട്ടുള്ളത്, ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ളത് അനിശ്ചിത പറ്റി പണ്ടത് നമുക്കറിയാം. ഇങ്ങനെ ഒരു കടത്തിരുത്തു ഇങ്ങനെ ഗാഠമായി ചിന്തിച്ചു. അപ്പോ വളരെ രസകരമായ ഒരു കാഴ്ച കാണുകയാണ്. ഒരു കൊച്ചു മോൻ കൊച്ചുകുഞ്ഞെ കടത്തിരുത്തിരുന്നുകൊണ്ട് കടലിലെ ചിപ്പിയുണ്ട്, കക്കറുണ്ട്, കടലിലെ വെള്ളം പോയി. അപ്പൊ അത് ചോദിച്ചു, മോനെ കാണിക്കുന്നത് ഞാൻ ഈ ചിപ്പി കൊണ്ട് കടലിൽ വെള്ളം പോയി എത്തിക്കാൻ ശ്രമിക്കുക. അത്യഗാധമായ അനന്തമായി കടലിൽ കുഞ്ഞി ചിപ്പികളോട് തന്നെ ഓടി വറ്റിക്കാൻ പറ്റുമ്പോഴ. അപ്പോ ആ കുഞ്ഞു
അന്ന് ഉത്തരം കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുന്ന രഹസ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഈ കടലിലെ വെള്ളം മുഴുവനും എന്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞു ചിപ്പി കൊണ്ട് കോരി വഹിക്കുന്നത് എന്ന് തന്റെ ക്രിസ്തു തന്നെ വിശുദ്ധം മനസ്സിലായി. കുഞ്ഞ് അപ്രത്യക്ഷമായി എന്ന് പറയപ്പെടുന്നു. ദീപത്തിന്റെ രഹസ്യം കണ്ടുപിടിക്കാൻ ബുദ്ധി കൊണ്ട് ശ്രമിക്കുകയായിരുന്നു മഹാബുദ്ധിമാനായ സെയിന്റ് അഗസ്റ്റിൻ. അതിനുശേഷമാണ് സെലബസ്റ്റിന് എഴുതി വെച്ചത് ക്രീഡോ ഉത് ഇൻതലിക എന്ന്. ക്രീഡോ ഉത് ഇൻതലിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ബിലീവ് യു ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് യു. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു നിന്നെ മനസ്സിലാക്കുവാനായിട്ട്. ഐ ബിലീവ് യു ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് യു. അല്ലാതെ നേരെ തിരിച്ചല്ല. ഐ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ബിലീവ്. അങ്ങനെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നു പിന്നെ വിശ്വസിക്കുന്നു. അങ്ങനെ ഇവിടെ അങ്ങനെയല്ല. ആദ്യം വിശ്വസിക്കുന്നു പിന്നെ മനസ്സിലാക്കുന്നു. വിശ്വസിക്കുവാനായി നമ്മൾ മനസ്സിലാക്കുവാനായി നമ്മൾ വിശ്വസിക്കുന്നു. നമുക്കിനി നമ്മുടെ ജീവിതത്തെ ദൈവികമായ ദൈവശാസ്ത്രപരമായ അപകടങ്ങളിലേക്ക് നമ്മൾ ധ്യാനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് 3 ചിന്തകളാണ്. ഒന്നാമത്തേത് ദൈവം കൂട്ടായ്മയുടെ ദൈവമാണ്. 2 കുടുംബവും സമൂഹവും എല്ലാം ത്രിത്വത്തിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. 3 വേദപുസ്തകത്തിലെ ത്രിത്വത്തിന്റെ പ്രത്യക്ഷീകരണം. എവിടേക്കാണ് വേദപുസ്തകത്തിൽ പുതിയ നിയമം നമ്മൾ ത്രിത്വത്തെ കണ്ടുമുട്ടുന്നത് എന്ന് നമുക്ക് ആദ്യം ചിന്തിക്കുക. എന്താണ് ദൈവം കൂട്ടായ്മയുടെ ദൈവമാണ് എന്ന് വിശുദ്ധ അത്തനേഷ്യസ് എഴുതി വെച്ചിട്ടുണ്ട്. പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഇവർ 3 കൂടി ഒരു ദൈവം മാത്രം, 3 ദൈവങ്ങളല്ല എന്ന്. ഇതാണ് ത്രിത്വസങ്കല്പം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 3 കൂടി 3 ദൈവങ്ങളല്ല ഒരു ദൈവമാണ്. കാരണം ഒരു സ്വഭാവവും 3 വ്യക്തിത്വവും. അതുകൊണ്ടാണ് അതങ്ങനെ വരുമ്പോൾ ദൈവം ഏകാന്തരല്ല. എന്താ ഏകന? ദൈവം കൂട്ടുകൂടിയും കൂട്ടായ്മയിലും കഴിയുന്നു. അതാണ് ദൈവത്തിന്റെ പ്രത്യേകത. നമുക്കറിയാം, പിതാവ് സൃഷ്ടിക്കുന്നു, പുത്രൻ രക്ഷിക്കുന്നു, പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിക്കുന്നു. ഇതാണ് ത്രിത്വത്തിലെ 3 വ്യക്തികളുടെ നിയോഗങ്ങൾ. പിതാവ് സൃഷ്ടിക്കുന്നു, പുത്രൻ രക്ഷിക്കുന്നു, പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിക്കുന്നു. ഈ ത്രിത്വത്തിൽ ആണ് തിരുകുടുംബത്തിന്റെയും ആദർശ സമൂഹത്തിന്റെയും അടിസ്ഥാനം. ത്രിത്വത്തിന്റെ പ്രത്യക്ഷീഭാവങ്ങളാണ് തിരുകുടുംബവും ആദർശ സമൂഹവും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോ ഇതാണ് ദൈവം എന്ന് പറയുന്നത്. കൂട്ടായ്മയുടെ ദൈവമാണ്. അവർ ഒറ്റയന്മാരല്ല, എന്നാൽ 3 ഒരുമിച്ചിരിക്കുന്ന സങ്കല്പം. അത് നമുക്ക് ഒരിക്കലും ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഈ നമുക്ക് നമ്മുടെ 2ാമത്തെ ചിന്തയിലേക്ക് വന്നാൽ കുടുംബത്തിന്റെ ആദർശ സമൂഹത്തിന്റെ അടിസ്ഥാനം ത്രിത്വമാണ് എന്ന്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, പുത്രൻ പിതാവിനെ ആത്മദാനം ചെയ്യുന്നു. അവർ ഇരുവരുടെയും സ്നേഹത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു. ഇതാണ് ദൈവത്തിന്റെ രഹസ്യം. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, പുത്രൻ പിതാവിനെ ആത്മദാനം ചെയ്യുന്നു.
അവർ ഇതുവഴി സ്നേഹത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു. അപ്പോ ദൈവത്തിന്റെ ഒരു വലിയ രഹസ്യം സ്നേഹമാണെന്ന് നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ തിരുക്കുടുംബവും ആദർശ സമൂഹവുമെല്ലാം ഈ ജീവിതത്തിന്റെ രഹസ്യമായ സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം. ഏതെങ്കിലും ഒരു കുടുംബത്തിലെ കുടുംബനാഥൻ കുടുംബത്തിലുള്ള മറ്റുള്ളവരെ വകവയ്ക്കാതെ തന്നിഷ്ടം നിറവേറ്റുമ്പോൾ അയാൾ ഏകാധിപതിയാകുന്നു, ജീവിതത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്നു. ഒരു സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഒരു സമഗ്ര സന്യാസ സമൂഹത്തിന്റെ അധിപൻ അല്ലെങ്കിൽ അധിപ തന്റെ സമൂഹത്തിലെ വ്യക്തികളെ കണക്കിലെടുക്കാതെ തനിഷ്ടം പോലെ പ്രവർത്തിക്കുമ്പോൾ ആ വ്യക്തി സ്ത്രീത്വത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്നു, സ്ത്രീത്വത്തിന്റെ ചൈതന്യത്തിൽ നിന്ന് മാറി പ്രവർത്തിക്കുന്നു. ഒരു വികാരി തന്റെ പ്രസംഗമാരെ പരിഗണിക്കാനോ അഭിപ്രായം മാനിക്കാതെ വിനോദ ജനങ്ങളുടെ വ്യക്തിമാരുടെയോ കുടുംബപ്രതിനിധികളുടെ അഭിപ്രായം മാനിക്കാതെ തന്റെ ഏകാധിപത്യമനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴോ ആ വ്യക്തിക്കും സ്ത്രീത്വത്തിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീത്വത്തിന്റെ സ്നേഹ ചൈതന്യത്തിൽ ഉത്തരവാദിത്തങ്ങൾ പരസ്പരം പങ്കുവെച്ചുകൊണ്ടാണ് കുടുംബവും സമൂഹവും പ്രവർത്തിക്കേണ്ടത്. ഇവിടെ ഉണ്ടാകേണ്ടത് തലകളുടെ ഐക്യമല്ല, ഹൃദയങ്ങളുടെ ഐക്യമാണ്. തലകളുടെ ഐക്യമാണെങ്കിൽ ഒരാൾ മാത്രം ചിന്തിക്കുകയും മറ്റുള്ളവരെല്ലാം അനുസരിക്കുകയും ചെയ്യും. അത് ശരിയല്ല, അത് ഏകാധിപത്യമാണ്. ഉണ്ടാവേണ്ടത് ഒരുമിച്ചിരുന്ന് ചിന്തിക്കുക, ആലോചിക്കുക, അഭിപ്രായം പറയുക, എന്നിട്ട് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ആ തീരുമാനത്തോട് യോജിച്ചിരിക്കുക. അതാണ് ഹൃദയത്തിന്റെ ഐക്യം എന്ന് പറയുന്നത്. അപ്പൊ പറഞ്ഞേക്കുന്നത് ഞാൻ എന്റെ സ്വന്തം എന്റെ അഭിപ്രായം അല്ല എന്ന് പറഞ്ഞേക്കരുത്. അപ്പോ തലകളുടെ ഐക്യമാണെങ്കിൽ അത് ഏകാധിപത്യമാണ്. ഇവിടെ തലകളുടെ ഐക്യമല്ല, ഹൃദയങ്ങളുടെ ഐക്യമാണ്. സന്യാസത്തിലേക്ക് വരുന്നൊരു വ്യക്തി തന്റെ തല പറയാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്ന കാര്യം പ്രത്യേകം നമ്മൾ ഓർക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ വിദഗ്ധമായി ചിന്തിക്കുകയും എന്നാൽ ഒരുമിച്ച് തീരുമാനിക്കുകയും ചെയ്യുന്നതാണ് കുടുംബത്തില്, സന്യാസത്തില്, ഇടവകയിലൊക്കെ നടക്കേണ്ട കാര്യം. നമുക്കറിയാം, ഈ കാലഘട്ടത്തിലെ കുടുംബത്തിന്റെ തകർച്ചയുടെ ഒരു പ്രധാന കാരണം കുടുംബത്തിലെ ഏതെങ്കിലും പങ്കാളിയുടെ ഏകാധിപത്യമായ പ്രവർത്തനങ്ങളോ ആയിരിക്കും. മറ്റുള്ളവരോട് ചോദിക്കാതെ അവരുടെ അഭിപ്രായം ആരായ പ്രവർത്തിക്കുന്നുണ്ട്. ഇടവകയുടെ പ്രശ്നങ്ങൾ വരുന്നത് അങ്ങനെ തന്നെ ഇടവകജനങ്ങളുടെ അഭിപ്രായത്തെ മാനിക്കാതെ സ്വന്തം ഇഷ്ടമനുസരിച്ച് വികാരിച്ച് പ്രവർത്തിക്കുമ്പോൾ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ദൈവത്തിന്റെ ചൈതന്യം കൂടുതലായിരിക്കണം ഇടവകയും കുടുംബവും സന്യാസ സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത്. ഇനി മൂന്നാമത്തെ ചിന്തയിലേക്ക് വരുമ്പോൾ സ്ത്രീത്വം പ്രത്യക്ഷപ്പെടുന്ന വേളകൾ വേദപുസ്തകത്തിൽ നമുക്ക് വളരെ പരിചിതമാണ്. ഒന്നാമത്തേത് മംഗളവാക്യം ദൂതത്തിൽ വരുമ്പോൾ സ്ത്രീത്വത്തിന്റെ സാന്നിധ്യമുണ്ട്. രണ്ടാമതാണ് ഈശോയുടെ ജ്ഞാനസ്നാനവേളയിൽ സ്ത്രീത്വ സാന്നിധ്യമുണ്ട്. മൂന്നാമത് താമൂരിന്റെ അനുഭവത്തില് സ്ത്രീത്വ സാന്നിധ്യമുണ്ട്. നാലാമത്തെ പ്രക്രിയം ഗെത്സേമനിൽ സ്ത്രീത്വ സാന്നിധ്യമുണ്ട്. അഞ്ചാമത്തേത് കാൽവരിയിൽ പിതൃത്വ സാന്നിധ്യമുണ്ട്. ആറാമത്തെ ഞാനിത് നേതൃത്വം വായിച്ചതുപോലെ ഈശോയുടെ സ്വഭാവപ്രകടനം ശിഷ്യരെ പ്രശ്നത്തോട് പ്രേരിപ്പിക്കുമ്പോൾ നമ്മൾ സ്ത്രീത്വ സാന്നിധ്യം ദർശിക്കുന്നു. ഇവിടെയെല്ലാം പവിത്രാത്മ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുന്നവരെ കൂടി ഞാൻ എടുത്തു പറയുന്നു. സ്ത്രീത്വ ചൈതന്യം എന്ന് പറയുന്നത് പരസ്പരം ഹൃദയങ്ങളുടെ അനുഭവമാണ്, സ്നേഹമാണ്. തിരിച്ചറിഞ്ഞ സമൂഹത്തിൽ കൂടുതൽ ഇടപെടും. അവസാനമായിട്ട് ദൂരമായിട്ട് ചിലരസിന്റെ വാക്കുകളാണ് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ മനസ്സിലാക്കുക ഈ കുർബാനയിൽ നാം കേട്ടുപറയും. കുർബാനയെ മനസ്സിലാക്കി
ഈശോയുടെ ജനങ്ങളുടെ മനസ്സിലാക്കാൻ വരുമ്പോൾ അതുപോലെ തന്നെ ജീവിതത്തിലുള്ള ചില മനസ്സിലാക്കാൻ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നത് എന്റെ മനസ്സിലാക്കുവാനായിട്ട് ഞാൻ യുക്തിയെ നിഷ്പുറം ചെയ്തിട്ടുണ്ട്.